ഹായ്, വെൽക്കം ബാക്ക് ടു ഐഷാസ് ഫ്ലേവേഴ്സ് ചാനൽ. ഐഷാസ് ഫ്ലേവേഴ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു കോവക്ക പീര മത്തിയൊക്കെ നമ്മൾ പീര വയ്ക്കില്ലേ, അതേപോലെ കോവയ്ക്കൊരു പീര വെച്ചതാണ് കേട്ടോ. ഈ കോവക്ക പീരക്ക് ഭയങ്കര ടേസ്റ്റാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണേ പ്ലീസ്. പിന്നെ അതുപോലെ തന്നെ എന്നിട്ട് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഞാനിതൊരു 200 കിലോ കോവയ്ക്കെടുത്തു. പിന്നെ ചെറിയ ഉള്ളി 20, കുറച്ച് വലിയ ചെറിയ ഉള്ളിയാണ് കേട്ടോ. ആ ചെറിയ ഉള്ളി ഞാൻ നീളത്തിലരിയണേ. എന്നിട്ട് അതിനകത്തേക്കൊക്കെ ഇഞ്ചിയും ഒരു 4-5 വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കരിവേപ്പിലയും ഇട്ട് കേട്ടോ. അതിനുശേഷം ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ, ഒരു മുറി തേങ്ങയുണ്ട് കേട്ടത്. ഈ ഒരു മുറി തേങ്ങ ഇതിനകത്തേക്ക് ഇട്ടു. എന്നിട്ട് പിന്നീട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ഇതിൻ്റെ ആവശ്യത്തിനുള്ള മഞ്ഞളും ഇതിനകത്തേക്ക് ഇടണം കേട്ടോ. ഈ കോവയ്ക്ക പീര വയ്ക്കുന്നുണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് ശകലം പുളി, ഒരു ഒരു നെല്ലിക്ക വലിപ്പമൊന്നും വേണ്ട, അതിന് ചെറുതായിട്ട് പുളി എടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞിട്ട് വാളം പുളി എടുത്തിട്ട് കുറച്ച് ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. വെള്ളത്തിന് പകരം ആ വാളം പുളി എടുത്തിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക കേട്ടോ. കണ്ടോ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പം ഇടരുത് വാളൻപുളി. നമ്മൾ അടുപ്പിൽ വെക്കാൻ നേരത്തെ വാളൻപുളി ഇടുക. നമ്മൾ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് കൈ കൊണ്ട് നല്ലോണം കുഴച്ച് കൊടുക്കണം. അപ്പോൾ ആ തേങ്ങയുടെ നമ്മൾ കുഴയ്ക്കുന്ന സമയം നല്ലോണം കുഴയ്ക്കണം, അമർത്തി കുഴയ്ക്കലല്ല കേട്ടോ. നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെ കുഴയ്ക്കുക എന്നുള്ളത്. ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ കുഴയ്ക്കരുത്, അല്ലാതെ സാധാരണത്തിൽ ഇതിനകത്തേക്ക് നമ്മളിട്ടിട്ട് ഇങ്ങനെ കുഴച്ച് കൊടുത്തിട്ട് ആ ഉള്ളിയുടെയും ഇഞ്ചിയുടെയും പിന്നെ അതുപോലെ തന്നെ കരിവേപ്പിലയുടെയും തേങ്ങയുടെയും ഒക്കെ എല്ലായിടത്തും ആ സത്തൊന്നും ഇങ്ങനെ ഇറങ്ങി ചെല്ലണം കേട്ടോ. ഇതുണ്ടെങ്കിലുണ്ടല്ലോ വേറെ ഒന്നും വേണ്ട ചോറുണ്ണാൻ കേട്ടോ. പിന്നെ ഇത് പറഞ്ഞിട്ട് കോവക്കയുടെ ഗുണങ്ങളെപ്പറ്റി ഞാൻ നിങ്ങൾക്കൊന്നും പറഞ്ഞു തരണ്ട. ഡയബറ്റിക് പേഷ്യൻസിനും എല്ലാവർക്കും നല്ലതാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് മലശോധന കുറവാണെങ്കിൽ മലശോധനത്തിന് ഒരു കോവയ്ക്കാണ് ഈ കോവക്ക എന്ന് പറയുന്ന സാധനങ്ങൾ. കോവക്ക, വെണ്ടക്ക, വഴുതനങ്ങ, ഇതൊക്കെ ധാരാളം ഫൈബറുള്ള സാധനമാണ്. ഈ ഷുഗർ പേഷ്യൻസിനൊക്കെ ഡോക്ടർ കൂടുതലും ഇത് കഴിക്കാൻ പറയും, കോവക്ക കഴിക്കാൻ പറയും. എന്നിട്ട് ഇതിൽ അടുപ്പിൽ വെച്ചതിന് ശേഷം ഞാൻ പുളി പാർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, മറന്നുപോയി കാണിക്കാൻ. എന്നിട്ട് നന്നായിട്ട് ഇതിങ്ങനെ അടച്ച് വെച്ചിട്ട് ഇങ്ങനെ ചെറിയൊരു തീയിലിങ്ങനെ കിടന്ന് വേവാണ് കേട്ടോ. കണ്ടോ എന്തൊരു രസമാണ് ഇതിനകത്ത്, കണ്ടോ നല്ല മണം വരുന്നുണ്ട്, നല്ല മണം. ആ ആവി ഇങ്ങോട്ട് തുറക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, ആവിയിൽ നിന്ന് വരുന്ന മണം, അതൊക്കെ പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങളാണ്. നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു. അപ്പോൾ നമ്മളിതൊക്കെ തോനെ ചോറിനകത്തെടുക്കുമ്പോൾ ചോറിൻ്റെ കൗണ്ട് നമുക്ക് വളരെയധികം കുറയും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണിത്. നിങ്ങളെന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, ഉണ്ടാക്കാൻ മറക്കരുത് കേട്ടോ പ്ലീസ്. കഴിഞ്ഞാൽ അത്രയ്ക്ക് നിങ്ങൾക്ക് ഗുണമുള്ളതാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് നമ്മൾ വെന്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂണ് പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലൂടെ ആഡ് ചെയ്തിട്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്ത് പിന്നെ അടച്ച് വെച്ചിട്ട് നമ്മൾ ഉണ്ണാൻ നേരത്തെ എടുത്താൽ